Hello dear students, myself Dr. Shubha will be going into the next section on expectation. ഇതുവരെ പഠിപ്പിച്ചതൊക്കെ ആ ക്ലാസ്സുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത സെക്ഷനിലോട്ട്, അതിൻ്റെ നെക്സ്റ്റ് എക്സ്റ്റൻഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഒരു റാൻഡം വേരിയബിൾ എക്സ്, അത് ഡിസ്ക്രീറ്റ് ആയാലും ശരി കണ്ടിന്യൂസ് ആയാലും ശരി, ഒരു സിംഗിൾ റാൻഡം വേരിയബിൾ ക്യാപിറ്റൽ എക്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും, ആ എക്സിൻ്റെ ഫംഗ്ഷൻ 5x ഉണ്ടെങ്കിൽ 5xൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡും അതിനോട് അസോസിയേറ്റ് ചെയ്തുള്ള കുറച്ച് പ്രോബ്ലംസുമാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. എക്സ് എന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ സമ്മേഷൻ ഉപയോഗിച്ചും, അതല്ല എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻറ്റഗ്രൽ സൈൻ ഉപയോഗിച്ചുമാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിച്ചുകൊണ്ടത്. സോ യു ആർ ഹാവിങ് എ single random variable capital X with probability density function fx, and if x is discrete then expectation of x is equal to summation over x into fx. Adalla, if x is continuous, expectation of x will be integral over x into fx. Adepole, if phi x is any function of x and if x is discrete, expectation of phi x is equal to summation over x phi x into fx, and if x is continuous, expectation of phi x is equal to integral over x phi x into fx dx. ഇത് നമ്മൾ ഈ പറഞ്ഞത് യൂണിവേരിയേറ്റ് കേസാണ്, അതായത് ഒരേ ഒരു വേരിയബിളേ ഉള്ളൂ എക്സ്. ആ എക്സിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനിലേക്ക് പോവാണ്. അതായത് എക്സ് യൂണിവേരിയേറ്റ് എന്ന് പറയുന്നതിന് പകരം നമ്മൾ മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ അതിൽ രണ്ട് റാൻഡം വേരിയബിൾസിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനെ ബൈവേരിയേറ്റ് എന്ന് വിളിക്കും. ഒറ്റ വേരിയബിൾ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് യൂണിവേരിയേറ്റ് ആണ്. രണ്ട് വേരിയബിളിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ സൈമിൾട്ടേനിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ് ബൈവേരിയേറ്റ്. ബൈവേരിയേറ്റ് കേസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. സപ്പോസ് x1 x2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അത് f of x1 x2. ഇറ്റ് ഇസ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പ്രോബബിലിറ്റി ഓഫ് x1 ഈക്വൽ ടു സ്മോൾ x1, x2 ഈക്വൽ ടു സ്മോൾ x2 എന്നൊക്കെ ഡിഫൈൻ ചെയ്യും. അതിൽ നിന്ന് നമ്മൾ മാർജിൻസ് കണ്ടുപിടിക്കും. ഇതൊക്കെ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പം നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് അതേപോലത്തെ സിറ്റുവേഷൻസ് ആണ്. അതായത് ഒരു സിംഗിൾ വേരിയബിളിന് പകരം നമ്മൾ മൾട്ടിപ്പിൾ വേരിയബിൾസിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് n വേരിയബിൾ അല്ലെങ്കിൽ k വേരിയബിൾ കേസ് പറയാം. അതായത് യു ആർ ഹാവിങ് എ വെക്റ്റർ ഓഫ് റാൻഡം വേരിയബിൾസ്. റാൻഡം വേരിയബിൾസിനെ ഒന്നിച്ചെഴുതുന്നതിനെ നമ്മൾ ഒരു വെക്റ്റർ എന്നാണ് സാധാരണ പറയാറ്. അല്ലെങ്കിൽ വെറുതെ പറയുകയാണെങ്കിൽ ലെറ്റ് x1 x2 എക്സെട്ര xn ബി n റാൻഡം വേരിയബിൾസ് വിത്ത് ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ f ഓഫ് x1 x2 എക്സെട്ര xn. മൾട്ടിപ്പിൾ റാൻഡം വേരിയബിൾസിനെ സൈമിൾട്ടേനിയസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം നമ്മൾ അതിൻ്റെ എല്ലാം കൂടി ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനെ പറ്റിയാണ് പറയാറ്. അപ്പം നമ്മളുടെ ഇപ്പോൾ n റാൻഡം വേരിയബിൾസ് ഉണ്ട്. ആ n റാൻഡം വേരിയബിൾസിൻ്റെയും ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷനാണ് f ഓഫ് x1 x2 എക്സെട്ര xn. അപ്പോൾ ഇതിൽ ഒന്നിൽ ഈ n റാൻഡം വേരിയബിൾസും ഡിസ്ക്രീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ n റാൻഡം വേരിയബിൾസും കണ്ടിന്യൂസ് ആയിരിക്കും. ഈ രണ്ട് സെപ്പറേറ്റ് കേസസ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നിൽ വി ക്യാൻ സേ ദാറ്റ് x1 x2 എക്സെട്ര xn ആർ n ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾസ്. അതല്ലെങ്കിൽ x1 x2 എക്സെട്ര xn ആർ n കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾസ്. വാട്ട് എവർ ബി ദ കേസ്, അതിൻ്റെ PDF-നെ നമ്മൾ f ഓഫ് x1 x2 എക്സെട്ര xn എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, phi ഓഫ് x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഈ റാൻഡം വേരിയബിൾസിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ഓക്കെ, അങ്ങനാണെങ്കിൽ വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് phi x1 x2 എക്സെട്ര xn? ദാറ്റ് ഈസ് വി ആർ കൺസിഡറിങ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് മോർ ദാൻ വൺ റാൻഡം വേരിയബിൾ. ഒന്നിൽ കൂടുതൽ റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓഫ് മോർ ദാൻ വൺ റാൻഡം വേരിയബിൾസ്. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ n വേരിയബിൾ കേസ് എടുക്കുന്നത്. x1 x2 എക്സെട്ര xn is our n random variables having joint density f of x1 x2 etc. xn, and let phi of x1 x2 etc. xn be a function of these variables. അങ്ങനാണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് phi x1 x2 etc. xn is equal to രണ്ട് രീതിയിൽ നമുക്കതിനെ കണ്ടുപിടിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
നേരത്തെ ഒറ്റ വേരിയബിൾ കേസിൽ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ സം ചെയ്തും കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തുമാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെയാണ് ഇവിടെ n റാൻഡം വേരിയബിൾസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. n റാൻഡം വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അത്രയും റാൻഡം വേരിയബിൾസിൻ്റെ ടേംസിൽ സം ചെയ്യണം. എന്തിനെയാണ് സം ചെയ്യേണ്ടത്? എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഇൻറ്റു എഫ് എക്സിനെ. എക്സാക്ട്ലി യൂണിവേരിയേറ്റ് കേസിൻ്റെ എക്സ്റ്റൻഷനാണിത്. യൂണിവേരിയേറ്റ് കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ്. ഒറ്റ വേരിയബിളായപ്പം ഫൈ എക്സിനെ എഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഒറ്റ വേരിയബിളിൻ്റെ ടേംസിൽ സം ചെയ്തു. ഇവിടെ നമ്മൾ x1 x2 etc. xn വേരിയബിൾസ് കൺസിഡർ ചെയ്യുന്ന കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈ ഓഫ് x1 x2 etc. xn is equal to summation over x1 summation over x2 etc. summation over xn phi of x1 x2 etc. xn into f of x1 x2 etc. xn. ഫൈ എക്സിനെ അതിൻ്റെ കറസ്പോണ്ടിങ് എഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് കൊണ്ട് സം ചെയ്യണം. വെൻ x1 x2 etc. xn ആർ ഡിസ്ക്രീറ്റ്. അതല്ല x1 x2 xn കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? സെയിം ഫൈ എക്സ് ഇൻറ്റു എഫ് എക്സ് എന്ന് പറയുന്ന ആ ഒരു ടേമിനെ x1 x2 etc. xnൻ്റെ ടേംസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. നമ്മൾ യൂണിവേരിയേറ്റ് കേസിൽ കണ്ടിന്യൂസ് കേസിൽ ഈ എക്സ്പെക്റ്റേഷൻ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചത്? ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഫൈ ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഡി എക്സ്. ആ സെയിം കാര്യമാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഫൈനെ ഫൈ ഓഫ് x1 x2 etc. xnനെ എഫ് ഓഫ് x1 x2 etc. xn കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് വെച്ച് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. So this is your formula for the expectation of a function of more than one random variable. ഒന്നുകൂടെ ജസ്റ്റ് അതിലോട്ട് നോക്കിക്കോ. Let x1 x2 etc. xn be n random variables with joint density function f of x1 x2 etc. xn and let phi of x1 x2 etc. xn be a function of x. Then expectation of phi of x1 x2 etc. xn is equal to summation over x1 summation over x2 etc. summation over xn phi of x1 x2 etc. xn into f of x1 x2 etc. xn when the variables are discrete, and it is equal to integral over x1 integral over x2 etc. integral over x1 xn phi of x1 x2 etc. xn into f of x1 x2 etc. xn dx1 dx2 etc. dxn when the variables are continuous. So this is your general formula for the expectation of a function of more than one random variable. നമ്മൾ അതിനെ നമ്മളുടെ ബൈവേരിയേറ്റ് കേസിലേക്ക് മാത്രം പറയുകയാണെങ്കിൽ, ബൈവേരിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് വേരിയബിൾസേ ഉള്ളൂ. രണ്ട് വേരിയബിൾസ് x1ഉം x2. So we have got two random variables x1 and x2 having joint density function f of x1 x2 and let phi of x1 x2 be a function of x. അപ്പോൾ നമ്മളുടെ ഈ ഫോർമുല അനുസരിച്ച് എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈ ഓഫ് x1 x2 വിൽ ബി ഈക്വൽ ടു summation over x1 summation over x2 this into f of x1 x2 when the variables are discrete, and it is equal to integral over x1 integral over x2 this into എന്താണോ ഇവിടെ വരുന്ന ഫംഗ്ഷൻ that into f of x1 x2 അകത്തെ ഇൻറ്റഗ്രൽ ആണ് ആദ്യം പറയുന്നത്. അപ്പോൾ dx2 dx1 when the variables are continuous. Okay, so two variable കേസിൽ ഈ രീതിയിലാണ് നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഫങ്ഷൻ കണ്ടുപിടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒന്ന് രണ്ട് ചെറിയ പ്രോബ്ലത്തിലേക്ക് പോവാം. സോ ദ ഫസ്റ്റ് പ്രോബ്ലം ദാറ്റ് വി ആർ കൺസിഡറിങ് ഈസ് ആക്ച്വലി ഇൻ പേജ് നമ്പർ 10 എക്സാമ്പിൾ 11. സോ ദ ക്വസ്റ്റ്യൻ ഇസ് if x and y are random variables with f of xy equal to 1 by 3 when set xy equal to set 0 0 comma z 0 1 or set 1 1 and is equal to 0 elsewhere, find expectation of x minus 1 by 3 into y minus 2 by 3. ഒന്നുകൂടെ നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ചേ. If x and y are random variables with f of xy equal to 1 by 3. ക്ലിയർ ആയിട്ട് ഇവിടെ രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്.
രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ആ രണ്ടിൻ്റെയും കൂടെ ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ എക്സ് ആൻഡ് വൈ ആർ റാൻഡം വേരിയബിൾസ് വിത്ത് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1/3 വെൻ set xy equal to set 00, set 01 or set 11. എന്താണ് ഈ പറഞ്ഞേക്കുന്നതിൻ്റെ അർത്ഥം? set xy equal to this എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒന്നാമത്തെ വാല്യൂ ആണ് എക്സ്, രണ്ടാമത്തെ വാല്യൂ ആണ് വൈ. അപ്പോൾ എക്സ് എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എക്സ് ടേക്സ് ദ വാല്യൂസ് 0 and 1 ആൻഡ് വൈ ടേക്സ് ദ വാല്യൂസ് 0 and 1. പക്ഷേ എക്സിൻ്റെയും വൈയുടെയും എല്ലാ കോമ്പിനേഷൻസിലും എഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത്രയും വാല്യൂസിന് മാത്രമാണ്. അതായത് 0 0 0 1 1 1 ആ മൂന്നെണ്ണത്തിന് 0 0 0 1 1 0 1 1 ഇങ്ങനെ 4 കോമ്പിനേഷൻ ഇവിടെ പോസിബിൾ ആണെങ്കിലും 0 0 0 1 1 1 ഇത്ര എണ്ണത്തിന് ഈ മൂന്നിടത്ത് മാത്രമേ എഫ് ഓഫ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലായിടത്തും അത് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ജോയിൻറ്റ് ഡെൻസിറ്റി ഫംഗ്ഷൻ ഉണ്ട്, എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. എന്താ ചോദിച്ചേക്കുന്നത്? യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ്. ഈ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഈ സാധനത്തിന് അതെന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ അല്ലേ? എക്സ് മൈനസ് 1/3 ഇൻറ്റു വൈ മൈനസ് 2/3 ഇസ് ഓഫ് കോഴ്സ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സിൻ്റെയും വൈയുടെയും ഈ ഫംഗ്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാം. നമുക്ക് ആ ഗിവൺ തിങ്സ് ഒന്നുകൂടെ എഴുതാം. സോ ഗിവൺ ദാറ്റ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 0 0 1 ഓർ 1 1 ആൻഡ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 1/3 ഫോർ ദീസ് വാല്യൂസ്. ഓക്കെ, നമ്മൾ എന്തിൻ്റെയാണോ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനുള്ളത് അത് എക്സിൻ്റെ വൈയുടെ ഒരു ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതിനെ ഞാൻ ഫൈ എക്സ് വൈ എന്ന് ഡിഫൈൻ ചെയ്യാണ്. ലെറ്റ് ഫൈ എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/3 ഇൻറ്റു വൈ മൈനസ് 2/3. സോ യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് expectation of this, അതായത് you are asked to find expectation of phi xy. So expectation of phi xy എന്താണ്? നമ്മളുടെ നേരത്തെ ഫോർമുല അനുസരിച്ച്, നേരത്തെ നമ്മുടെ ഫോർമുലയിൽ എന്താ പറഞ്ഞത്? എത്ര വേരിയബിൾസ് ആണോ ഉള്ളത് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ അത്രയും വേരിയബിൾസിൻ്റെ ടേംസിൽ സം ചെയ്യണം, കണ്ടിന്യൂസ് ആണെങ്കിൽ അത്രയും വേരിയബിൾസിൻ്റെ ടേംസിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഇവിടെ രണ്ട് വേരിയബിൾസേ ഉള്ളൂ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് phi xy എന്തായിരിക്കും? It will be equal to summation over x, summation over y, phi xy. എന്താണോ എക്സ്പെക്റ്റേഷൻ അകത്തുള്ളത് അതിനെ എഫ് എക്സ് വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? phi xy ഇൻറ്റു എഫ് എക്സ് വൈ. അപ്പോൾ നമ്മൾ phi xyയുടെയും എഫ് എക്സ് വൈയുടെയും ഒക്കെ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സ്മോൾ ലെറ്റേഴ്സ് മാത്രമേ സമ്മേഷൻ്റെ ഉള്ളിൽ ഉപയോഗിക്കാവൂ. സോ ഇറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ്, സമ്മേഷൻ ഓവർ വൈ. phi xyയുടെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എഫ് എക്സ് വൈയുടെ വാല്യൂവും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 1/3 ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ നമുക്ക് സമ്മേഷൻ സൈൻ്റെ പുറത്തോട്ട് എടുക്കാം. സോ ഇറ്റ് ഈസ് 1/3 ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ്, സമ്മേഷൻ ഓവർ വൈ, എക്സ് മൈനസ് 1/3 ഇൻറ്റു വൈ മൈനസ് 2/3. ഇവിടെ സമ്മേഷൻ ഓവർ എക്സ്, സമ്മേഷൻ ഓവർ വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എക്സിൻ്റെയും വൈയുടെയും എല്ലാ പോസിബിൾ വാല്യൂസിലും സം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും പോസിബിൾ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഒരെണ്ണം എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0, അടുത്തത് എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 1, അടുത്തത് എക്സ് ഈക്വൽ ടു 1 വൈ ഈക്വൽ ടു 1. അപ്പോൾ അത്രയും പോസിബിൾ വാല്യൂസിന് ഈ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് അതെല്ലാം തമ്മിൽ ആഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് നമ്മളുടെ കോമ്പിനേഷൻസ് ഇടുകയാണ്. വെൻ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 0 ഇത് എന്ത് വരും? ദിസ് ബിക്കംസ് 0 മൈനസ് 1/3 ഇൻറ്റു 0 മൈനസ് 2/3. ശരിയല്ലേ? വെൻ എക്സ് ഈക്വൽ ടു അടുത്ത കോമ്പിനേഷൻ 0 1 ആണ്, അതായത് എക്സ് 0യും വൈ 1ഉം. എക്സ് 0യും വൈ 1ഉം വരുമ്പോൾ ഇത് എന്ത് വരും? 0 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 2/3. ആൻഡ് ലാസ്റ്റ് കോമ്പിനേഷൻ ഇസ് 1 1, എക്സ് ഈക്വൽ ടു 1ഉം വൈ ഈക്വൽ ടു 1. അപ്പോൾ 1 മൈനസ് 1/3 ഇൻറ്റു 1 മൈനസ് 2/3. സോ അത്രയും വാല്യൂസും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി ജസ്റ്റ് സിമ്പിൾ ഡയറക്റ്റ് സിംപ്ലിഫിക്കേഷൻ ആണ്. ഇത് 0 മൈനസ് 1/3 is മൈനസ് 1/3 ഇൻറ്റു മൈനസ് 2/3 പ്ലസ് മൈനസ് 1/3 ഇൻറ്റു ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ അഗെയിൻ 1/3 പ്ലസ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2/3 ഇൻറ്റു 1/3 ആൻഡ് വെൻ യു സിംപ്ലിഫൈ ഇറ്റ് യു ഗെറ്റ് ദി ആൻസർ 3/27 വിച്ച് ഇസ് ഈക്വൽ ടു 1/9. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ എക്സാമ്പിളിൻ്റെ ആൻസർ. ഡയറക്റ്റായിട്ട് ഡിസ്ക്രീറ്റ് കേസിലെ ഫോർമുല നമ്മൾ യൂസ് ചെയ്തു. അടുത്തത് അതിനോട് സിമിലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് കേസാണ്. അതായത് you are having again, next question is in page number 10 itself, it is your example 12. If x and y
are random variables with joint PDF, f of xy is equal to x plus y, comma 0 less than x less than 1, 0 less than y less than 1 and 0 elsewhere, find expectation of x square y. സോ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ അത് സമ്മേഷൻ ഉപയോഗിച്ച് ചെയ്യണോ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ചെയ്യണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? നമുക്കറിയാം എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ സം ഉപയോഗിച്ചും എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ചുമാണ് ചെയ്യേണ്ടത്. എക്സ് കണ്ടിന്യൂസ് ആണോ ഡിസ്ക്രീറ്റ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അതിനായിട്ട് യു വിൽ ഓൾവേസ് ഹാവ് ടു ലുക്ക് അറ്റ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സ് വൈ ഈസ് ഈക്വൽ ടു 0 0 0 1 1 1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ക്ലിയർ ആയിട്ട് 0യും 1ഉം എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. വൈയും 0യും 1ഉം എന്ന് പറയുന്ന രണ്ട് ഇൻഡിവിജ്വൽ വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ എക്സും വൈയും വാല്യൂസ്, അതായത് കൗണ്ടബിൾ അല്ലെങ്കിൽ ഫൈനൈറ്റ് വാല്യൂസ് എടുത്താൽ അത് ഉറപ്പായിട്ട് ഡിസ്ക്രീറ്റ് ആയിരിക്കും. ഇനി നമ്മളുടെ ഇപ്പുറത്തെ ക്വസ്റ്റിലേക്ക് വരൂ. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ എക്സ് ആൻഡ് വൈ ആർ റാൻഡം വേരിയബിൾസ് വിത്ത് ജോയിൻറ്റ് PDF. എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ, കോമ 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1, 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1. ഇവിടെ എക്സിൻ്റെ വൈയുടെ റേഞ്ച് നോക്കി. എക്സും വൈയും എങ്ങനെയാണ്? എക്സ് ലൈസ് ഇൻ ദി ഇൻ്റർവെൽ 0 1, വൈ ലൈസ് ഇൻ ദി ഇൻ്റർവെൽ 0 1. ഇങ്ങനെ കാണുന്ന സെക്കൻഡ് മനസ്സിലായിക്കോണം എക്സും വൈയും കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മളുടെ കയ്യിൽ ഒരു PDF ഉണ്ട്, എക്സിൻ്റെ വൈയുടെയും റേഞ്ച് ഉണ്ട്, ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ. ഇപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇപ്പോഴും എന്താണ്? ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മൾ ആ PDF ഒന്നുകൂടെ എടുത്തെഴുതുകയാണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു x plus y, comma 0 less than x less than 1, 0 less than y less than 1. You are asked to find expectation of x square y. നമ്മുടെ ആ സ്ഥിരം ഫോർമുല expectation of phi x1 x2 എന്ന് പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് കേസിൽ എത്ര എക്സ് വാല്യൂസ് ഉണ്ടോ അത്രയും വാല്യൂസിൻ്റെ മേലെ ദാറ്റ് ഇൻറ്റു, അതായത് 5x ഇൻറ്റു fxനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് നമ്മൾ ആ എക്സ്പെക്റ്റേഷൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഇവിടെ എക്സും വൈയും മാത്രമേ ഉള്ളൂ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ വൈ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റഗ്രൽ ഓവർ വൈ എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. എന്തുകൊണ്ടാണ് നമ്മൾ ഡി വൈ ഡി എക്സ് എന്ന് എഴുതുന്നത്, ഡി എക്സ് ഡി വൈ എന്ന് എഴുതാതെ? ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് ആദ്യം അകത്തെ ഇൻറ്റഗ്രലിനെ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിനെ പിന്നെ പുറത്തെ ഇൻറ്റഗ്രൽ കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ മെത്തേഡ് ടു find out മൾട്ടിപ്പിൾ ഇൻറ്റഗ്രൽസ്. അതായത് അകത്തെ ഇൻറ്റഗ്രലിലെ ആദ്യം ഇൻറ്റഗ്രേറ്റ് ആണ്. അപ്പോൾ അകത്തേത് y ആയതുകൊണ്ടാണ് ഞാനിവിടെ dy എന്ന് എഴുതിയത്, പുറത്തേത് x ആയതുകൊണ്ടാണ് dx രണ്ടാമത് എഴുതിയത്. നിങ്ങൾ മൾട്ടിപ്പിൾ ഇൻറ്റഗ്രേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞവരായിരിക്കും. സോ എനിവേ ഐ എം ജസ്റ്റ് സെയിങ് ദാറ്റ്. അപ്പോൾ ഇവിടെ വാട്ട് വി ഹാവ് ഇസ് ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റഗ്രൽ ഓവർ y എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. അപ്പം ഈ ഇൻറ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റഗ്രൽ ഓവർ വൈ എന്ന് വെച്ചാൽ എന്താണോ ക്വസ്റ്റ്യനിൽ എക്സിൻ്റെയും വൈയുടെയും റേഞ്ച്, ആ റേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുശേഷം ആദ്യം ഈ അകത്തെ ഇത്രയും കാര്യം ആദ്യം കണ്ടുപിടിക്കുക, കിട്ടുന്ന ആൻസറിനെ പിന്നെ എക്സ് കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതാണ് ആ മെത്തേഡ്. അപ്പോൾ നമ്മൾ എക്സിൻ്റെ വൈയുടെയും റേഞ്ച് 0 to 1 ആണ്. സോ എക്സ് ഈക്വൽ ടു 0 to 1, വൈ ഈക്വൽ ടു 0 to 1, എക്സ് സ്ക്വയർ വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് വൈയുടെ ഫോർമുല എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ എന്നാണ് ക്വസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഡി വൈ ഡി എക്സ്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എല്ലാം ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു ഓപ്പൺ ദി ബ്രാക്കറ്റ്സ് ആൻഡ് ദെൻ ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ ഞാൻ എക്സ് സ്ക്വയർ വൈ കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് എക്സ് ക്യൂബ് വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ. ആദ്യത്തെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് അകത്തേത് വൈ ആണ്. സോ അതിനെ മാത്രം ഒരു ബോക്സിലിട്ട് അതിനെ ആദ്യം ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. ഇതിനെ വൈ കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് ക്യൂബ് വൈയുടെ ഇൻറ്റഗ്രൽ ബിക്കംസ് എക്സ് ക്യൂബ് വൈ സ്ക്വയർ ബൈ 2. ഇത് എക്സ് സ്ക്വയർ വൈ ക്യൂബ് ബൈ 3. സോ ആ പുറത്തെ ഇൻറ്റഗ്രൽ അങ്ങനെ തന്നെ ഇട്ടേക്കണം. സോ ഇറ്റ് ഈസ് ഇൻറ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 to 1. അകത്തേതിനെ മാത്രം വൈ കൊണ്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് അതിൻ്റെ റേഞ്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. കാരണം വൈയുടെ ഇൻറ്റഗ്രലും 0 to 1 ആണ്. അപ്പോൾ ആ റേഞ്ച് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വൈക്ക് നമ്മൾ 0 കൊടുക്കുന്നതുകൊണ്ട് സെക്കൻഡ് ടേം അങ്ങ് പോവും. അതുകൊണ്ട് വൈക്ക് 1 മാത്രം കൊടുത്താൽ മതി. സോ ഇറ്റ് ഈസ് എക്സ് ക്യൂബ് ഇൻറ്റു 1 by 2 plus x square into 1 by 3. So it is x cube by 2 plus x square by 3.
പുറത്തെ ഇൻ്റഗ്രൽ അതേപടി ഇങ്ങോട്ട് ക്യാരി ഓവർ ചെയ്തു. സോ ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ x ഈക്വൽ ടു 0 to 1 ദിസ് വൺ. എഗെയിൻ അതിനെ നമ്മൾ x കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് വാല്യൂസ് കൊടുത്തു. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ദ ഫൈനൽ ആൻസർ ഇസ് 17/72. ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻ ശ്രദ്ധിച്ച് ചെയ്യുക. ഫോർമുല ആക്ച്വലി ഡയറക്റ്റ് ആണ്. എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എന്തിനാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ എന്താണോ വരുന്നത് അതിനെ PDF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എപ്പോഴും അകത്തെ ഇൻ്റഗ്രൽ ഏതാണോ അത് ആദ്യം ചെയ്തിട്ട് അതിൻ്റെ ആൻസറിനെയാണ് പിന്നീട് പുറത്തെ ഇൻ്റഗ്രൽ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പുറത്തെ വേരിയബിൾ കൊണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ആൻസർ എന്ന് പറഞ്ഞാൽ അകത്തെ ഇൻ്റഗ്രൽ ചെയ്ത് ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അതിൻ്റെ ഫൈനൽ ആൻസർ കിട്ടിയിട്ട് ആ ആൻസർ ഷുഡ് ബി ഇൻ്റഗ്രേറ്റഡ് അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു ദ നെക്സ്റ്റ് വേരിയബിൾ. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇനിയും വി ക്യാൻ ഗോ ഇൻ ടു സം എലിമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എക്സ്പെക്റ്റേഷൻ. എലിമെൻ്ററി എന്ന് പറഞ്ഞാൽ സത്യത്തിലെ എലിമെൻ്ററി തന്നെയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ്. ആ സത്യത്തിൽ ഒറ്റ റിസൾട്ട്, ഒരു കുഞ്ഞ് റിസൾട്ട് പോലെ വേണേ അതിന് പറയാം. ഒരു കുഞ്ഞ് റിസൾട്ടും അതിൻ്റെ കൊറോളറീസുമാണ്. അതിൻ്റെ കൊറോളറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്പെഷ്യൽ കേസസ് ആണ് ബാക്കിയെല്ലാം. അപ്പം നമുക്ക് അതിനകത്തുള്ള ഒരേ ഒരു റിസൾട്ടിലേക്ക് പോവാം. ഇതാണ്: ഇഫ് എക്സ് ഇസ് എനി റാൻഡം വേരിയബിൾ ആൻഡ് എ ആൻഡ് ബി ആർ എനി ടു കോൺസ്റ്റൻറ്റ്സ്, expectation of a into 5x plus b is equal to a into expectation of 5x plus b. ഇതാണ് ആ റിസൾട്ട്. ഓക്കെ, എക്സ്പെക്റ്റേഷൻ ഓഫ് a into 5x plus b is equal to a into expectation of 5x plus b. അതായത് എന്താ നമ്മൾ ചെയ്തതെന്ന് നോക്കൂ. എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ നമ്മൾ എക്സിൻ്റെ ഒരു ഫംഗ്ഷനെ ഒരു കോൺസ്റ്റൻറ്റോട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് മറ്റൊരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്തേക്കാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുന്നതും സത്യത്തിൽ എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ അതിനെ നമുക്ക് പുറത്തെടുക്കാം. അതായത് ദിസ് വൺ ഇസ് എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുന്നതും എക്സ്പെക്റ്റേഷൻ ചെയ്ത ശേഷം ആൻസറിൻ്റെ കൂടെ ഒരു കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുന്നത് സെയിം ആണെന്നാണ് ഈ റിസൾട്ട് കാണിക്കുന്നത്. അതേപോലെ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇസ് ഈക്വലൻ ടു multiplying the answer of the expectation by the same constant. And that is കോൺസ്റ്റൻസിനെ നമുക്ക് പുറത്തെടുക്കാം എക്സ്പെക്റ്റേഷനിൽ നിന്ന്. എക്സ്പെക്റ്റേഷൻ ഓഫ്, ഇപ്പോൾ ഇതിൽ നമ്മളൊരു സിമ്പിൾ കാര്യം പറയുകയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി അപ്പോൾ എന്തായിരിക്കും? എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്ന് എഴുതാം. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് പ്ലസ് ബി എന്നതിനോട് ഈക്വൽ ആണ്. അത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ്. എക്സിൻ്റെ കേസിലും അത് കറക്റ്റാണ്. എക്സിൻ്റെ സ്ഥാനത്ത് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇട്ടാലും അത് കറക്റ്റാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു 5x പ്ലസ് ബി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് 5x പ്ലസ് ബി. പ്രൂഫ് ഭയങ്കര സിമ്പിളാണ്. ആക്ച്വലി ഇതിൻ്റെ പ്രൂഫ് ഡിസ്ക്രീറ്റ് കേസ് വെച്ചിട്ടും പ്രൂവ് ചെയ്യാം, കണ്ടിന്യൂസ് കേസ് വെച്ചിട്ടും പ്രൂവ് ചെയ്യാം. പക്ഷേ പൊതുവേ നമ്മൾ പ്രൂഫുകൾ ഡിസ്ക്രീറ്റ് വെച്ചിട്ട് സമ്മേഷൻ വെച്ചങ്ങ് ചെയ്യാറേ ഉള്ളൂ. രണ്ടും ഒരേപോലെയാണ്. സമ്മേഷൻ മാറ്റി ഇൻറ്റഗ്രൽ ഒരു ഡി എക്സ് ഇട്ട് കഴിഞ്ഞാൽ മെത്തേഡ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. യു വിൽ ഗെറ്റ് ദ പ്രൂഫ് ഇൻ ദ കണ്ടിന്യൂസ് കേസ്. സോ യു ക്യാൻ ട്രൈ ഇറ്റ് യുവർ സെൽഫ്. ഐ വിൽ ബി ഡൂയിങ് ഇറ്റ് ഇൻ ദ ഡിസ്ക്രീറ്റ് കേസ്. സോ നമ്മൾ പ്രൂഫിന് കൺസിഡർ ചെയ്യുന്നത് ലെറ്റ് എക്സ് ബി എനി ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. നമ്മൾ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു 5x പ്ലസ് ബി. നമ്മുടെ ഫോർമുല അനുസരിച്ച് എക്സ്പെക്റ്റേഷൻ ഓഫ് എനിത്തിങ് എങ്ങനെ കിട്ടും? എന്താണോ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലുള്ളത് അതിനെ എഫ് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്താൽ കിട്ടും. കാരണം എക്സ് ഡിസ്ക്രീറ്റ് ആണ്, അപ്പോൾ സം ആണ് ചെയ്യേണ്ടത്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ദിസ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എക്സ് ദിസ് ഇൻറ്റു എഫ് എക്സ്. ശരിയല്ലേ? സമ്മേഷൻ ഓവർ എക്സ് എ ഇൻറ്റു 5x പ്ലസ് ബി ഇൻറ്റു എഫ് എക്സ്. നമ്മൾ എഫ് എക്സ് കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? എ 5x എഫ് എക്സ് പ്ലസ് ബി എഫ് എക്സ്. അതാണ് ഈ സ്റ്റെപ്പ്. സോ ഇറ്റ് ഈസ് സമ്മേഷൻ ഓവർ എക്സ് എ 5x എഫ് എക്സ് പ്ലസ് ബി എഫ് എക്സ്. ഓക്കെ, എന്നിട്ട് സമ്മേഷൻ കൊണ്ട് ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓവർ എക്സ് എ 5x എഫ് എക്സ് പ്ലസ് സമ്മേഷൻ ഓവർ എക്സ് ബി എഫ് എക്സ്. ശരിയാണല്ലോ? ജസ്റ്റ് ഇവിടെ എഫ് എക്സ് കൊണ്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ എഴുതി അതിനുശേഷം സമ്മേഷൻ കൊണ്ട് അതിനെ എക്സ്പാൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? സമ്മേഷൻ ഓവർ എക്സ് എ ഇൻറ്റു 5x ഇൻറ്റു എഫ് എക്സ് പ്ലസ് സമ്മേഷൻ ഓവർ എക്സ് ബി എക്സ്. ഇവിടെ എ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്. സമ്മേഷൻ എക്സിനെ ബേസ് ചെയ്തുള്ള സമ്മേഷനാണ്. അപ്പം എക്സ് ഒഴികെ ബാക്കിയെല്ലാം കോൺസ്റ്റൻസ് ആണ്. എക്സിൻ്റെ ഫംഗ്ഷൻസ് ഒഴികെ ബാക്കിയെല്ലാം
കോൺസ്റ്റൻസ് ആണ്. അപ്പം നമ്മൾ ഈ സമ്മേഷൻ സൈനിൻ എ എടുത്ത് പുറത്തിടുകയാണ്. അതേപോലെ ഇവിടെ നോക്കൂ, ഈ ടേമിൽ ഇവിടെ ബി എന്ന് പറഞ്ഞ ടേം ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിനെ എടുത്ത് നമുക്ക് പുറത്തെഴുതാം. അപ്പോൾ എന്ത് വരും? സോ ഇറ്റ് ഈസ് എ ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് ഫൈവ് എക്സ് എഫ് എക്സ് പ്ലസ് ബി ഇൻറ്റു സമ്മേഷൻ ഓവർ എക്സ് എഫ് എക്സ്. എന്താണ് സമ്മേഷൻ ഓവർ എക്സ് എഫ് എക്സ്? സമ്മേഷൻ ഓവർ എക്സ് എഫ് എക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു പി ഡി എഫിനെ അതിൻ്റെ എക്സിൻ്റെ ഫുൾ റേഞ്ചിൽ സം ചെയ്യാമെന്നാണ്. നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് പി ഡി എഫ് പഠിച്ച ഓർമ്മയുണ്ടോ? അങ്ങനെ നമ്മളൊരു പി ഡി എഫിനെ സം ചെയ്താൽ ആൻസർ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 1. അപ്പോൾ അതനുസരിച്ച് ഈ ടേം, ഈ ബിയുടെ കൂടെയുള്ള ഇത്രയും സാധനം ഗോസ് ടു 1. ഇനി ഇതെന്താന്ന് നോക്കൂ, സമ്മേഷൻ ഓവർ എക്സ് ഫൈവ് എസ് എഫ് എക്സ്, ഇത് തന്നെയല്ലേ എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് സമ്മേഷൻ ഓവർ എക്സ് ഫൈവ് എക്സ് ഇൻറ്റു എഫ് എക്സ്. അപ്പോൾ എയുടെ കൂടെയുള്ള ടേം എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് തുടങ്ങിയത്? എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലായിരുന്നു എയും ബിയും എല്ലാം. അതെല്ലാം ഇപ്പോൾ എങ്ങനെയായി? എയും പുറത്തു വന്നു, ബിയും പുറത്തു. ശരിയല്ലേ? സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ് പ്ലസ് ബി. ദിസ് ഈസ് യുവർ ബേസിക് റിസൾട്ട്. ഇതിൻ്റെ കുറച്ച് സ്പെഷ്യൽ കേസസ് അല്ലെങ്കിൽ കുറച്ച് കൊറോളറീസ് ആയിട്ട് നമുക്ക് ഇനിയും കുറച്ച് കൊച്ചു കൊച്ചു റിസൾട്ടുകളുണ്ട്. ഒന്നുകൂടെ ജസ്റ്റ് റോട്ട് വാട്ട് വി ജസ്റ്റ് പ്രൂവ്ഡ്. സോ എക്സ് ഡിസ്ക്രീറ്റ് ആവുന്ന കേസിലാണ് നമ്മളിത് പ്രൂവ് ചെയ്തത്. ഇതേ കാര്യം ലെറ്റ് എക്സ് ബി എനി കണ്ടിന്യൂസ് റാൻഡ് വേരിയബിൾ എന്നാണ് നിങ്ങൾ എക്സാമിന് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ഇങ്ങനെ തന്നെയാണ്. ഈ സമ്മേഷൻ്റെ സ്ഥാനത്ത് കൊണ്ടുവന്നൊരു ഇൻ്റഗ്രൽ എക്സ് വിടണം, ഇവിടെ ഒരു ഡി എക്സ് വിടണം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഡിഫറൻസ്. So what we proved is expectation of a into phi x plus b is equal to a into expectation of phi x plus b. ഇതാണ് നമ്മളുടെ ബേസിക് റിസൾട്ട്. ഇതിൻ്റെ ചില സ്പെഷ്യൽ കേസസിലേക്ക് പോവാണ്. ഇതെല്ലാം ഓർത്ത് വെക്കേണ്ടതാണ് പ്രോബ്ലം ചെയ്യാനും. അടുത്ത വർഷമൊക്കെ നമുക്കിതിൻ്റെ പല പല ആപ്ലിക്കേഷൻസ് വരും. സോ യു ഹാവ് ടു നോ ഓൾ ദീസ്. ഇത് നന്നായി പഠിച്ചു വെച്ചാൽ, ഇത് നന്നായിട്ട് ബൈ ഹാർട്ട് ചെയ്താൽ ദെൻ നത്തിങ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. അപ്പോൾ അതിൽ ഒന്നാമത്തെ സബ് കേസായിട്ട് നമ്മൾ പറയുന്നത് ഇതിനകത്ത് ബിക്ക് 0 ഇടുകയാണ്. ഇതിനകത്തോട്ട് ബിക്ക് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇപ്പോൾ എന്ത് സംഭവിക്കും? എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് 0. എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു ഫൈവ് എക്സ് പ്ലസ് 0 എന്ന് പറയുന്നത് തന്നെയാണ് എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു ഫൈവ് എക്സ് അല്ലേ? ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ് പ്ലസ് 0 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സ്. മീൻസ് വാട്ട്? എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലെ വേരിയബിളിൻ്റെ ഫംഗ്ഷനെ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്? എക്സ്പെക്റ്റേഷൻ്റെ ആൻസറിനെ അതേ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനോട് ഈക്വലാണ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x എന്ന് ചോദിച്ചു എന്നിരിക്കട്ടെ. അപ്പോൾ ഈ പ്രോപ്പർട്ടി അനുസരിച്ച് ഇത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇങ്ങനെയാണ് ഈ പ്രോപ്പർട്ടിയുടെയൊക്കെ ആപ്ലിക്കേഷൻ വരുന്നത്. ഓക്കെ, സോ when b equal to 0, the result is expectation of a into phi x is equal to a into expectation of phi x. ഇനി കേസ് 2ൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ b equal to 0യുടെ ഈ കേസില്ലേ, ഇതിനകത്തെ phi xന് പകരം x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇതിനകത്ത് ഓൾറെഡി b equal to 0 ആണ് ഇത്. അപ്പോൾ b equal to 0 ആൻഡ് phi x equal to x എന്ന് വെച്ചാൽ എന്താ അർത്ഥം? b equal to 0 കിട്ടിയ ഈ റിസൾട്ടിൽ phi xൻ്റെ സ്ഥാനത്ത് x ഇടുകയാണ്. അപ്പോൾ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് ഫൈവ് എക്സിന് വരെ എക്സ് ഇട്ടാൽ എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ്, ഞാൻ ഈ പറഞ്ഞ പോലത്തെ എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. അപ്പോൾ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, വാട്ട് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് 3 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് എന്ന് ചോദിച്ചാൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് 3 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ്. അതായത് ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് ഏതെങ്കിലും ഒരു ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ് എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിലെങ്കിൽ ആ കോൺസ്റ്റൻറ്റിനെ നമുക്ക് പുറത്തെടുക്കാം എന്നർത്ഥം. ഇനിയും അപ്പോൾ രണ്ടാമത്തെ കേസ് അതാണ്, ബി ഈക്വൽ ടു 0യും ഫൈവ് എക്സ് ഈക്വൽ ടു എക്സും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ഈ റിസൾട്ടിനകത്ത് എക്ക് 0 കൊടുക്കുകയാണ്. ഇതിനകത്തോട്ട് എക്ക് 0 കൊടുത്തേ. അപ്പോൾ എന്ത് സംഭവിക്കും? വെൻ എ ഈക്വൽ ടു 0 വാട്ട് ഹാപ്പൻസ്? ഈ ഫുൾ ടേം 0 ആയി പോകും അല്ലേ? പിന്നെ എന്താ ബാക്കിയുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ബി. ഇതിനകത്ത് എ ഈക്വൽ ടു 0 എടുത്താൽ ഈ ഫുൾ ടേം 0 ആയി പോകും. അപ്പോൾ ബാക്കി പിന്നെ എന്താ ഉള്ളത്? വെറും ബി. സോ വാട്ട് യു ഹാവ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി. അതാണ് മൂന്നാമത്തെ കേസ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈക്വൽ ടു ബി. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ആ കോൺസ്റ്റൻറ്റ് തന്നെയാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടേം ആണെങ്കിൽ കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാം എന്നിവിടെ പറഞ്ഞു. ഇവിടെ പറയുന്നു നിങ്ങളുടെ കയ്യിൽ ഒരു കോൺസ്റ്റൻറ്റ് മാത്രമേ ഉള്ളെങ്കിൽ ആ കോൺസ്റ്റൻറ്റിൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ എന്തായിരിക്കും? ആ സെയിം നമ്പർ തന്നെയായിരിക്കും. എക്സ്പെക്റ്റേഷൻ ഓഫ് ബി ഈസ് ഈക്വൽ ടു ബി. ആൻഡ് ദ ലാസ്റ്റ് പ്രോപ്പർട്ടി ഈസ് ഇതിനകത്ത് നമ്മൾ 5x സ്ഥാനത്ത് x എന്ന് മാത്രം ഇടുകയാണ്. ഇതിനകത്തോട്ട് x എന്ന് ഇട്ട് കഴിഞ്ഞാൽ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് ax plus b is equal to a into expectation of x plus b. മനസ്സിലായോ? അതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് ax plus b is equal to a into expectation of x plus b. ഇതിനെ ബേസ് ചെയ്ത് പല രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. സപ്പോസ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ഇഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് 2x plus 3. എങ്ങനെ ചെയ്യും നമ്മളിങ്ങനെ ഒരു പ്രോബ്ലം? ദിസ് ഇസ് എ ക്വസ്റ്റ്യൻ. ഹൗ വിൽ യു ഫൈൻഡ് ഇറ്റ്? അതിനായിട്ട് ചെയ്യേണ്ടത് കൺസിഡർ എക്സ്പെക്റ്റേഷൻ ഓഫ് 2x plus 3. ദിസ് ഇസ് ഈക്വൽ ടു നമ്മുടെ പ്രോപ്പർട്ടി അനുസരിച്ച് എന്താ എക്സ്പെക്റ്റേഷൻ്റെ ഉള്ളിൽ ആഡ് ചെയ്യുന്നൊരു കോൺസ്റ്റൻറ്റ് വന്നാലും പുറത്തെടുക്കാം, മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വന്നാലും പുറത്തെടുക്കാം അല്ലേ? സോ അതനുസരിച്ച് ദിസ് ബിക്കംസ് 2 into expectation of x plus 3. And what is expectation of x from question? It is 4. So it is equal to 2 into 4 plus 3. 4 2s are 8 plus 3 is 11. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്കിതിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എന്താ പറയുക എക്സ് മൈനസ് 3. സോ എന്ത് വരും ഇത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് 3 ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് 3. കാരണം ആഡ് ചെയ്യോ ഇവിടെ നമ്മൾ അഡീഷൻ്റെ കേസിൽ ഒരു റിസൾട്ട് ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സബ്ട്രാക്ഷൻ ട്രൂ ആയിരിക്കും. കാരണം സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് അഡീഷൻ ആണ്. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഇപ്പോൾ എ എക്സിനകത്ത് എ പുറത്തെടുക്കാമെങ്കിൽ എക്സ് ബൈ എയുടെ ആ എയും പുറത്തെടുക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സപ്പോസ് ഇങ്ങനെയാണെന്ന് ഇരിക്കട്ടെ, വാട്ട് ഇസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബൈ 4 മൈനസ് 3 ഇങ്ങനെയാണ് ക്വസ്റ്റൻ എങ്കിൽ expectation of x by 4 minus 3 is equal to expectation of x by 4 minus 3. ആ 3 ആദ്യം നമ്മൾ എക്സ്പെക്റ്റേഷനിൽ നിന്ന് പുറത്തെടുത്തു. ഇനി എന്ത് ചെയ്യാം? ഒരു റാൻഡം വേരിയബിളിനെ കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കോൺസ്റ്റൻറ്റിനെ പുറത്തെടുക്കാമെങ്കിൽ ഡിവൈഡ് ചെയ്ത കോൺസ്റ്റൻറ്റിനെ അതേപോലെ പുറത്തെടുക്കാം. കാരണം എന്താണ്? ഡിവിഷൻ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അതുകൊണ്ട് ദിസ് ഇസ് ഈക്വൽ ടു 1/4 into expectation of x minus 3. And what is expectation of x in this question? Expectation of x is equal to 2. So it is 1/4 into 2 minus 3, that is 2 minus 3, that is minus 1. So ഈ രീതിയിൽ നമുക്ക് പ്രോബ്ലംസ് ഈ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ബേസിക് പ്രോപ്പർട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് a into 5x plus b is equal to a into expectation of 5x plus b. സോ ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു? മോർ ദാൻ 1 റാൻഡം വേരിയബിൾസിൻ്റെ കേസിൽ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു. പിന്നെ എക്സ്പെക്റ്റേഷൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇനി നമുക്ക് ഒരു സെഷനും കൂടെ മതിയാവും എക്സ്പെക്റ്റേഷനകത്ത്. ജസ്റ്റ് അഡിഷൻ തിയറം ഓഫ് എക്സ്പെക്റ്റേഷനും മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് എക്സ്പെക്റ്റേഷനും 1-2 പ്രോബ്ലംസും. വിൽ ഡീൽ വിത്ത് ദാറ്റ് ഇൻ ദ നെക്സ്റ്റ് ഡേ. സോ ഐ ഹോപ്പ് യു ആർ understanding what I am saying. Thank you all for listening. Bye.